ഇന്നലെയാണ് ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനത്തിന് ഗവർണറുടെ അനുമതി കിട്ടിയത്. അത് മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി മാറുന്നു. പാർട്ടിയിലും മുന്നണിയിലുമൊക്കെ ഒരു വിഭാഗത്തിന്റെ വലിയ എതിർപ്പ്, ലീഗിന്റെ പോലും എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയത്, മുഖ്യമന്ത്രി എത്തിയത്. ഇതിൽ ഭിന്നത മറനീക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് നൽകാനുള്ളത്. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചന നടത്താതെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. RSS പശ്ചാത്തലമുള്ള ആൾ കൂടിയാണ് ശേഷാദ്രിനാഥൻ. ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചത് മണ്ഡല പുനർനിർണയത്തിലടക്കം BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു വിമർശനം. വിഷയത്തിൽ LDFും പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നമുക്കറിയാം 2029 ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. അതിന് 3 വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ കേന്ദ്രത്തിൻ്റെ നീക്കം ഫലിച്ചാൽ 3 വർഷം മാത്രം കാലാവധിയുള്ള ഒരു സർക്കാരായി VD സതീശൻ സർക്കാർ മാറുന്ന ഒരു സാഹചര്യം വിവിധ സംസ്ഥാനങ്ങളിൽ ആ പശ്ചാത്തലമുണ്ട്. അങ്ങനെ വന്നാൽ ഇത്തരത്തിലുള്ള ചില ആനുകൂല്യങ്ങൾ BJPക്ക് ഭരിക്കുന്ന പാർട്ടിക്ക് ലഭിക്കുമെന്നുള്ള ആക്ഷേപമാണ് PM നിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചത്. നിയാസാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തത്. പരസ്യമായി ഇന്നലെ ന്യൂസ് 18ന്റെ പ്രൈം ഡിബേറ്റിലും പരസ്യമായി നിയാസ് പ്രതികരിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. നമുക്കത് നോക്കാം. PM നിയാസിനെതിരെ ജനറൽ സെക്രട്ടറി KC അബു രംഗത്ത് വന്നത് ഇന്നലെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിയമിക്കാൻ കഴിയില്ല എന്നാണ് KC അബു പറഞ്ഞത്. നിയാസ് ഉയർത്തിയത് അനാവശ്യമായ വിവാദമാണെന്നും അബു പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം ആണ്. തിരുവനന്തപുരത്ത് പോകുന്നത് മുഖ്യമന്ത്രി കാണുന്നത് വാർത്തയാക്കുന്നത് ശരിയല്ല എന്നാണ് അബുവിൻ്റെ ഒരു വിമർശനം. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ 2 തട്ടുണ്ട് ഈ വിഷയത്തിൽ. MS അനീഷ് കുമാർ ഈ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, നിയാസ് തിരുവനന്തപുരത്ത് വരുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, ഈ വിഷയം അവതരിപ്പിക്കുന്നു. നമുക്കറിയാം കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിയാസ് ഏത് പക്ഷത്താണെന്ന്. ഇപ്പോൾ KC അബു മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി വരുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെ നിരവധി വിവാദങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ 2 അഭിപ്രായമുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ മറികടന്നു. ഇപ്പോൾ ഈ വിഷയത്തിലും മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുകയാണ് നേതാക്കൾ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അബുവിന്റെ പിന്തുണ? തീർച്ചയായും കുറച്ചു നാളുകളായി തന്നെ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങൾ കോഴിക്കോട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുന്നോട്ട് വെച്ച മേയർ സ്ഥാനാർത്ഥിയായ PM നിയാസ് കോൺഗ്രസിന്റെ കോട്ടയായ പാറപ്പടി ഡിവിഷനിൽ 3ാം സ്ഥാനത്തേക്ക് പോവുകയും അവിടെ BJP വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. 3-4 സീറ്റുകളെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്കായിരുന്നു അവിടുത്തെ പരാജയം മാറിയത്. അദ്ദേഹത്തിനോട് ആദ്യം മത്സരിക്കാൻ നിർദ്ദേശിച്ച ചാലപ്പുറം ഡിവിഷനിൽ മത്സരിക്കാൻ നിയാസ് വിസമ്മതിക്കുകയും ചെയ്തു. അവിടെ റിബൽ സ്ഥാനാർത്ഥി വരികയും ആ സീറ്റും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും അന്ന് മുതൽ തന്നെ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും KC അബുവിന്റെ മകൾ ശോഭിത മത്സരിച്ച് വിജയിച്ച വാർഡായിരുന്നു പാറോപ്പടി. അവിടെ നിയാസിന്റെ തോൽവിക്ക് പിന്നിൽ ശോഭിത അടക്കമുള്ള ആളുകളാണെന്നുള്ള ആരോപണം വരികയും കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കോൺഗ്രസ് ഏറ്റെടുക്കാതെ ലീഗിന് കൈമാറുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പ്രവീൺ കുമാർ ആണ് DCC പ്രസിഡന്റ്. അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഒരു പരിധിവരെ പോവുകയും കോൺഗ്രസിന് വലിയ വിജയം നേടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ DCC പ്രസിഡന്റ് സ്ഥാനത്തൊന്നും പ്രവീൺ മാറി പുതിയൊരാളെ നിയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി പറഞ്ഞു കേട്ട പേരുകളിൽ ഒന്ന് PM നിയാസിന്റേതാണ്. താനും അത്തരമൊരു സാഹചര്യത്തിലാണ് PM നിയാസ് പാർട്ടി നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ പരസ്യമായി ഈ ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ജില്ലാ ഘടകത്തിലും ഇപ്പോൾ ചേരിതിരിവുണ്ടായിരിക്കുന്നത്. 2 വിഭാഗമായി ജില്ലാ കമ്മിറ്റിയിലെ ആളുകൾ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്ത തീരുമാനം തെറ്റാണെന്നും ഇത്തരം സംഘപരിവാർ ബന്ധമുള്ളവരെ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരരുതുമെന്നാണ് PM നിയാസ് പറയുന്നത്. അദ്ദേഹം പരസ്യമായി ഇത് ഉന്നയിക്കുക മാത്രമല്ല അതിൽ മാധ്യമങ്ങളെ കാണുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തു. ഇക്കാര്യം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അറിയിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയും അക്കാര്യവും മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ഒഴിവാക്കണമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ KC അബുവും അറാഫത്ത് അടക്കമുള്ള ആളുകൾ, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, അവർ പരസ്യമായി തന്നെ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പാർട്ടിയോടൊരു ആശയവിനിമയം നടത്തുമ്പോൾ അത് പാർട്ടി തലത്തിൽ തന്നെ നിൽക്കണമായിരുന്നു. നിയാസ് ചാലപ്പുറത്ത് നിൽക്കാൻ വിസമ്മതിച്ച കാരണമാണ് ആ സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പാറോപ്പടിയിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന് കൊടിവെച്ച മേയറുടെ കാറിൽ സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ഒപ്പം തന്നെക്കാൾ ജൂനിയറായ
പല ആളുകളും വലിയ പദവികളിലേക്ക് അല്ലെങ്കിൽ MLA-മാരൊക്കെ മാറുമ്പോൾ അത് ലഭിക്കാത്തതിന്റെ ഒരു ഇച്ഛാഭംഗം ഒരുപക്ഷെ നിയാസിനുണ്ടാവാം. അത് കാര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും എന്നാലും കോഴിക്കോട്ടെ ആ തർക്കം പ്രാദേശികമായ ആ തർക്കം സംസ്ഥാന തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ്.